ഹായ് ഓൾ. ഇപ്പോൾ നമ്മളെല്ലാവരും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ നടത്തുന്ന ജൂനിയർ എക്സിക്യൂട്ടീവിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പം പ്രിപ്പറേഷനൊക്കെ നേരത്തെ സ്റ്റാർട്ട് ചെയ്തവരുണ്ടാവും, അപ്പോൾ ഇനിയും പ്രിപ്പറേഷൻ തുടങ്ങാത്തവരും ഉണ്ടാവും. നമുക്ക് പ്രീവിയസ് ഇയറിൻ്റെ കട്ട് ഓഫ് എങ്ങനെയായിരുന്നു എന്ന് നമ്മളോട് ചില സ്റ്റുഡൻസ് ഡൗട്ട് ചോദിച്ചിരുന്നു. നമ്മളിതിൻ്റെ ഓൾറെഡി വീഡിയോസ് ചെയ്തതാണ്, ഇതിൻ്റെ ക്വാളിഫിക്കേഷനും അതേപോലെ എക്സാം പാറ്റേണും ഒക്കെ നമ്മൾ ഓൾറെഡി വീഡിയോസ് ചെയ്തു. അപ്പം അതിലൊക്കെ വന്നൊരു ഡൗട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് എത്ര ആയിരുന്നു. അപ്പം കട്ട് ഓഫ് അറിഞ്ഞ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് ഓരോ സബ്ജക്ട്സും പഠിക്കണം എന്നൊക്കെ ഓരോരുത്തർ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ പ്രീവിയസ് ഇയറിലെ ഒരു കട്ട് ഓഫ് അനാലിസിസ് ആണ് നമ്മൾ നടത്തുന്നത്. അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ എക്സാം 2025 എക്സാമിൻ്റെ കട്ട് ഓഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് 108 വന്നിരിക്കുന്നത്, EWSന് 105, OBCക്ക് 105, SCക്ക് 100, STക്ക് 95.35, PWDക്ക് 68. ഇങ്ങനെയാണ് 2025 കട്ട് ഓഫ് വന്നിരുന്നത്. കഴിഞ്ഞ 3 വർഷങ്ങളിലെ കട്ട് ഓഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 2023 105 ആയിരുന്നു ജനറലിന്, OBCക്ക് 100 ആയിരുന്നു, EWSന് 98, SCക്ക് 92, STക്ക് 88. 2024 വരുമ്പോൾ ജനറലിന് 103.06, OBCക്ക് 99.82, EWSന് 98.74, SCക്ക് 93.35, STക്ക് 91. അതേപോലെ 2025 ഇപ്പം നമ്മൾ നേരത്തെ ഫസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞതുപോലെ 2025 കട്ട് ഓഫ് നമ്മൾ ടേബിളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഇപ്പോൾ നമുക്ക് 2023 തൊട്ടുള്ള ഒരു ട്രെൻഡ് അനുസരിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് 2026 കട്ട് ഓഫ് പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിക്ക് 103 തൊട്ട് 108 വരെ ആവാം, OBCക്ക് 98 തൊട്ട് 102 വരെ ആവാം, EWSന് 100 തൊട്ട് 103 വരെ ആവാം, SCക്ക് 90 തൊട്ട് 95, STക്ക് 85 തൊട്ട് 90. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒരു പ്രഡിക്ഷൻ മാത്രമാണ്. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ പ്രീവിയസ് ഇയറിൽ നടന്ന എക്സാംസിൻ്റെ കട്ട് ഓഫ് വെച്ച് നമ്മൾ അനാലിസിസ് ചെയ്തിട്ട് നമ്മളൊരു ഏകദേശം കട്ട് ഓഫ് എടുത്തതാണിപ്പോൾ. അപ്പം ഈ ഒരു കട്ട് ഓഫ് റേഞ്ചിലായിരിക്കും എന്തായാലും കട്ട് ഓഫ് വരിക. അപ്പം അത്രയും നല്ല രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം ഇതിൻ്റെ എക്സാം പാറ്റേണും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നമുക്ക് ടോട്ടൽ 120 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിൽ ടെക്നിക്കൽ പാർട്ടും ഉണ്ടാവും. അതിൽ ടോട്ടൽ മാർക്ക് വരുന്നത് 120 ഡ്യൂറേഷൻ വരുന്നത് 120 മിനിറ്റ്സ് ആണ്. അപ്പം മറ്റ് എക്സാംസിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് നെഗറ്റീവ് മാർക്കിങ്ങിൻ്റെ കേസാണ്. അപ്പോൾ ഇതിൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ ഇപ്പോൾ 120 മാർക്കിൽ നിങ്ങൾ 105 അല്ലെങ്കിൽ 100+ മാർക്ക് മേടിച്ചെങ്കിലേ നിങ്ങളൊരു സേഫ് സ്കോർ എത്തി എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു 100+ ടാർഗറ്റ് ചെയ്തിട്ടായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പം എല്ലാവരും നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ഇനിയും നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം എന്ന് കരുതിയിരിക്കുന്നവർ നല്ല കോമ്പറ്റീഷനുള്ളൊരു എക്സാമാണ്. അപ്പം ഇതിനായിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജോലിയും കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നേരത്തെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നീട് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്ന് അധികം താമസിക്കാതെ തന്നെ ഇതിൻ്റെ എക്സാംസും കണ്ടക്ട് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയും വലിയ വാസ്റ്റ് ആയിട്ടുള്ളൊരു സിലബസ് കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു ടൈം നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം കിട്ടണമെന്നില്ല. അതും പ്രിപ്പറേഷൻ നേരത്തെ തുടങ്ങാനുള്ള മറ്റൊരു റീസൺ ആണ്. അപ്പോൾ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ നമ്മൾ ഇതിനായിട്ട് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ്സസിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതിനുമായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.